പ്രോഡക്റ്റ് മെഷേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഇ ആണ്, അതായത് കൈ ഇ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് ഫൈ ഇൻറ്റു എഫ് ഇൻറ്റു ഡി ഓഫ് മ്യൂ ക്രോസ് ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ക്രോസ് ന്യൂ ഓഫ് ഇ. നമുക്ക് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഡി മ്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു കൈ ഇ ആണെങ്കിൽ മ്യൂ ഓഫ് ഇ ആണെന്നറിയാം ഇന്റഗ്രലിന്റെ വാല്യൂ. അപ്പൊ അതുപോലെ ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് ഫൈ എഫ് ഇൻറ്റു ഡി മ്യൂ ക്രോസ് ന്യൂ ഈക്വൽ ടു എഫ് കൈ ഇ ആണെങ്കിൽ മ്യൂ ക്രോസ് ന്യൂ ഓഫ് ഇ ആയിരിക്കും. അതാണ് ഫസ്റ്റ് നോട്ട്. സെക്കൻഡ് കേസ് നമ്മൾ എക്സെക്ഷൻ പഠിച്ചായിരുന്നു. എക്സെക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഫിക്സ്ഡ് ആക്കി നിർത്തുക, എന്നിട്ട് ഓർഡേഡ് പെയർ എക്സ് വൈകള് ഏതൊക്കെ ഇക്കകത്തുണ്ടോ ആ കറസ്പോണ്ടിങ് വൈകളുടെ സെറ്റാണ് ഇ എക്സ്. അപ്പോ എഫ് ഓഫ് എക്സ് കോമ ഡോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ഇനി അത് കൈ ഇ എക്സ് ആണെന്ന് വിചാരിക്കുക. കൈ ഇ എക്സ് എന്ന് പറഞ്ഞാൽ ഇ എക്സിലെ മെമ്പർ ആയിട്ടുള്ള വൈകൾക്ക് 1 ആയിരിക്കും, ഇ എക്സിലെ മെമ്പർ അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പൊ അതാണ് എഫ് ഓഫ് എക്സ് കോമ ഡോട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതില് വൈ ആണ് വേരിയബിൾ. അപ്പൊ അത് കൈ ഇ എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുവാണ്. ഇങ്ങനൊരു ഫംഗ്ഷൻ, ദാറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ദെൻ ഇന്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് വൈയുടെ വാല്യൂ എന്തായിരിക്കും പറയണേ. അതായത് ഇതൊരു ഫംഗ്ഷൻ ഓഫ് വൈ ആണെന്ന് പറഞ്ഞു, എക്സ് ഫിക്സ്ഡും വൈ മാത്രം വേരിയബിളും. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ വൈ കൈ ഇ എക്സ് ഡി ന്യൂ ആണ്. നമുക്ക് അറിയാം ദാറ്റ് ഇസ് ഈക്വൽ ടു ന്യൂ ഓഫ് ഇ എക്സ് ആയിരിക്കും. നെക്സ്റ്റ് ഫുബിനീസ് തിയറം ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് തിയറം ആണ് ഫുബിനീസ് തിയറം. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് എക്സ് എ മ്യൂ ആൻഡ് വൈ ബി ന്യൂ be two measure spaces and nu be complete. Let f be integrable over x cross y with respect to the product measure mu cross nu. Then for almost all x belongs to capital X, the x section of f of x comma dot is integrable over y with respect to nu, and integral over x cross y f d mu cross nu is equal to integral over x integral over y f of x y d nu of y d mu of x. രണ്ട് മെഷർ സ്പേസസ് ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് എ മ്യൂ ആൻഡ് വൈ ബി ന്യൂ. ന്യൂ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് മെഷർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. 0 മെഷറുള്ള സെറ്റുകളുടെ സബ്സെറ്റുകളെല്ലാം മെഷറബിൾ ആയിരിക്കണം. അങ്ങനത്തെ സ്പേസിനെയാണ് കംപ്ലീറ്റ് മെഷർ സ്പേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ന്യൂ ഒരു കംപ്ലീറ്റ് മെഷർ ആണ് എന്ന് വെച്ചാൽ ന്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ബി ന്യൂ വിൽ ബി കംപ്ലീറ്റ് മെഷർ സ്പേസ്. എഫ് ഇന്റഗ്രബിൾ ഓവർ എക്സ് ക്രോസ് വൈ വിത്ത് റെസ്പെക്ട് ടു ദ പ്രോഡക്റ്റ് മെഷർ മ്യൂ ക്രോസ് ന്യൂ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ എഫ് ഡി മ്യൂ ക്രോസ് ന്യൂ വിൽ ബി finite if f greater than or equal to 0. Otherwise, integral mod f will be finite. അപ്പോൾ അതാണ് എഫ് ഇന്റഗ്രബിൾ എന്ന് തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ for almost all x belongs to x, the x section of f of x dot is integrable. അതായത് എക്സ് ഫിക്സ്ഡ് ആക്കിയിട്ടുള്ള എഫ് ഓഫ് എക്സ് വൈകൾ, അതിനെയാണ് എക്സ് സെക്ഷൻ ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് ഡോട്ടുകൾ is integrable, and integral over x cross y f d mu cross nu can be expanded as integral over x integral over y f of x y d nu cross nu of y d mu of x. ഈ പ്രോഡക്റ്റ് മെഷറിലുള്ള ഇന്റഗ്രലിനെ നമുക്ക് ന്യൂ മെഷറിലുള്ള ഇന്റഗ്രലിന്റെ മ്യൂ മെഷറിലുള്ള ഇന്റഗ്രലിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഫുബിനീസ് തിയറം നമുക്ക് തരുന്നത്. പ്രൂഫ് നോക്കാം.
നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എക്സ് എ മ്യൂ ആൻഡ് വൈ ബി മ്യൂ മെഷർ സ്പേസസ് ആണ് തന്നിട്ടുണ്ട്. മ്യൂ കംപ്ലീറ്റ് ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഡോട്ട് എക്സ് സെക്ഷൻ ഓഫ് എഫ് അത് ഇന്റഗ്രബിൾ ആണെന്നും ഷോ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ന്യൂ. ആൻഡ് ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ എഫ് ഡി മ്യൂ ക്രോസ് ന്യൂവിനെ ഇന്റഗ്രൽ ഓവർ എക്സ് ഇന്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് വൈ ഡി മ്യൂ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഷോ ചെയ്യേണ്ടത്. നമുക്കറിയാം ഫോർ എനി മെഷറബിൾ ഫംഗ്ഷൻ ദ ഇന്റഗ്രൽ ഈസ് ലീനിയർ. അപ്പോൾ therefore നമ്മൾ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള അസംഷനിൽ മുന്നോട്ട് പോവാണ്. ഇനി ജനറൽ എഫ് എടുക്കണമെങ്കിൽ നമ്മൾ എഫ് പ്ലസും എഫ് മൈനസും ഉപയോഗിച്ച് ഇന്റഗ്രൽ എഫിനെ നമുക്ക് ഇന്റഗ്രൽ എഫ് പ്ലസ് മൈനസ് ഇന്റഗ്രൽ എഫ് മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉപയോഗിച്ച് നമ്മൾ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യും. ഫോർ ജനറൽ എഫിന് പ്രൂഫ് ഫോളോ ചെയ്തോളൂ. അപ്പോൾ സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം വഴി നമുക്കൊരു എഫ് ഗ്രേറ്റർ ദാൻ 0 ഒരു മെഷറബിൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു സീക്വൻസ് ഓഫ് ഇൻക്രീസിംഗ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് 5k സിമ്പിൾ ഫംഗ്ഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യും such that 0 less than or equal to 5k less than or equal to f on x cross y. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സീക്വൻസ് 5k ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് കിട്ടി. ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. ഇനി 5k ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആയതുകൊണ്ട് 5kകൾ ഇന്റഗ്രബിൾ ആയിരിക്കും. കാരണം എഫ് ഇന്റഗ്രബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു മ്യൂ ക്രോസ് ന്യൂ. therefore എഫ് ഇന്റഗ്രബിൾ ആണ്. എഫിനേക്കാളും ചെറുതാണ് 5k. therefore 5k's are also integrable. ഇന്റഗ്രൽ 5k ഫൈനൈറ്റ് ആയാലാണ് ഇന്റഗ്രബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റഗ്രൽ എഫ് ഫൈനൈറ്റ് ആണ്. therefore 5k അതിലും ചെറുതായതുകൊണ്ട് ഇന്റഗ്രൽ 5kയും ഫൈനൈറ്റ് ആയിരിക്കും. therefore 5k's are integrable എന്ന് കിട്ടും. ഇനി തിയറം 6 അനുസരിച്ച് ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ ഫൈ ഡി മ്യൂ ക്രോസ് ന്യൂവിനെ ഇന്റഗ്രൽ ഓവർ എക്സ് ഇന്റഗ്രൽ ഓവർ വൈ ഫൈ ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് വൈ ഡി മ്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ സിമ്പിൾ ഫംഗ്ഷൻസ് 5. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓരോ 5kയും സിമ്പിൾ ഫംഗ്ഷൻ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ 5k ഡി മ്യൂ ക്രോസ് ന്യൂവിനെ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ് ഇന്റഗ്രൽ ഓവർ വൈ 5k ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് വൈ ഡി മ്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി നമുക്ക് 5k കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മോണോട്ടോൺ കൺവേർജൻസ് തിയറം വഴി ലിമിറ്റും ഇന്റഗ്രലും ഇന്റർചേഞ്ച് ചെയ്യാം എന്ന് കിട്ടും. അപ്പോൾ ഇന്റഗ്രൽ എക്സ് ക്രോസ് വൈ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 5k ഡി മ്യൂ ക്രോസ് ന്യൂ ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ 5k ഡി മ്യൂ ക്രോസ് ന്യൂ എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് 5k എന്ന് പറയുന്നത് എഫ് ആണ്. കാരണം 5k ടെൻസ് ടു എഫ് പോയിന്റ് വൈസ് എന്നാണ് നമ്മളുടെ അസംഷൻ. അങ്ങനെ ഒരു സീക്വൻസ് 5k ആണ് നമ്മളുണ്ട് എന്ന് പറഞ്ഞത് ബൈ സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം. അപ്പോൾ നമുക്ക് ദിസ് ലിമിറ്റ് 5k ഈസ് എഫ്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ എഫ് ഡി മ്യൂ ക്രോസ് ന്യൂ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ തന്നെ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ 5k ഡി മ്യൂ ക്രോസ് ന്യൂ എന്ന് എഴുതാം. തിയറത്തിലെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ എഫ് ഡി മ്യൂ ക്രോസ് ന്യൂ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ് ഇന്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി മ്യൂ ഓഫ് വൈ ഡി മ്യൂ ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ റൈറ്റ് സൈഡ് ഈക്വൽ ടു ഇതാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ റൈറ്റ് സൈഡ് ഈക്വൽ ടു ഇതേ ക്വാണ്ടിറ്റി തന്നെ, അതാണിത്. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് വൈ 5k ഡി മ്യൂ ക്രോസ് ന്യൂ ആണെന്ന് ഷോ ചെയ്താൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡും ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടും. അതാണ് നമുക്ക് തിയറത്തിൽ വേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്കിപ്പോൾ കിട്ടിയതാണല്ലോ. അപ്പോൾ ഇനി സെക്കൻഡ് ഇക്വേഷൻ 1 നമ്മൾ ഷോ ചെയ്താൽ മതി. അപ്പോൾ അത് ഷോ ചെയ്താൽ നമ്മൾക്ക് തിയറമായി. അപ്പോൾ ഇത് ആണ് നമ്മുടെ ലക്ഷ്യം, ഇക്വേഷൻ 1 പ്രൂവ് ചെയ്യുക.
നമുക്കറിയാം ഇന്റഗ്രൽസ് ഓവർ സെറ്റ്സ് ഓഫ് മെഷർ 0 ആണെന്ന്. ദെർഫോർ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ റൈറ്റ് ഹാൻഡ് സൈഡിലോ എക്സ് ക്രോസ് വൈയുടെ ഏതെങ്കിലും മെഷർ 0 ഉള്ള സബ്സെറ്റുകൾ റിമൂവ് ചെയ്താലും ഈ ഇന്റഗ്രൽസ് സെയിം ആയിട്ട് റിമെയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ന്യൂ ക്രോസ് ന്യൂ മെഷർ 0 ആയിട്ടുള്ള സബ്സെറ്റുകൾക്ക് റിലാക്സേഷൻ കൊടുക്കാം ഈ ഇന്റഗ്രൽസിന്റെ കേസിൽ. അപ്പൊ നമുക്ക് വി ക്യാൻ അസ്യൂം ദാറ്റ് ഫോർ എവറി എക്സ് ആൻഡ് ഫോർ എവറി കെ phi k of x is integrable over y with respect to nu. നമുക്ക് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് എഫ് ഇസ് ഇന്റഗ്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. therefore നമുക്ക് എല്ലാ എക്സുകൾക്കും phi കേസ് ഇന്റഗ്രബിൾ ആണെന്ന് അസ്യൂം ചെയ്ത് മുന്നോട്ട് പോവാം. ഇനി ഒരു എക്സ് ഫിക്സ് ചെയ്യുവാണ്, എന്നിട്ട് phi k ഓഫ് എക്സ് ഡോട്ട് കൺസിഡർ ചെയ്യുവാണ്. ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ സീക്വൻസ് ഇൻ y. phi k ഇൻക്രീസിംഗ് ആണെന്ന് നമുക്കറിയാം. therefore phi k is an increasing sequence of simple functions. പിന്നെ ഇത് കൺവേർജസ് ടു എങ്ങോട്ടായിരിക്കും? എഫ് ഓഫ് എക്സ് ഡോട്ടിലോട്ടായിരിക്കും. കാരണം phi k കൺവേർജസ് ടു എഫ് എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ phi k ഓഫ് എക്സ് ഡോട്ട് എക്സ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ y മാത്രമേ വേരിയിങ് ഉള്ളൂ. phi k ഓഫ് എക്സ് ഡോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ഡോട്ട് ആയിരിക്കും. എല്ലാ എക്സുകൾക്കും എല്ലാ വൈകൾക്കും phi k കൺവേർജസ് ടു എഫ് ആണ്. അപ്പോൾ therefore എക്സ് ഫിക്സ് ചെയ്താലും ഇത് ട്രൂ ആയിരിക്കും. ഇനി phi k's എല്ലാം മെഷറബിൾ ആണ്, കാരണം സിമ്പിൾ ഫങ്ഷൻസ് ആണ്. അപ്പോൾ therefore its limit f of x dot is also measurable, new measurable. കാരണം മെഷറബിൾ ഫങ്ഷൻസിന്റെ ലിമിറ്റ് മെഷറബിൾ ആണെന്ന് നമുക്കറിയാം. ഇനി എക്സ് ഫിക്സ്ഡ് ആണ്, phi k കൺവേർജസ് ടു എഫ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ലിമിറ്റ് phi k എടുത്തിട്ട് അതിന്റെ ഇന്റഗ്രൽ ചെയ്താൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ഇന്റഗ്രൽ phi k. ദാറ്റ് ഇസ് ബൈ മോണോടോൺ കൺവേർജൻസ് തിയറം. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ലിമിറ്റ് phi k, അതാണ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്, ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇന്റഗ്രൽ phi k. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇന്റഗ്രൽ ഓവർ y എഫ് ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് y ഇസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ y phi k ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് y. ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. ഇനി നമ്മളൊരു ഫംഗ്ഷൻ ഇൻ എക്സ് എച്ച് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുവാണ്, ഇന്റഗ്രൽ ഓവർ y എഫ് ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് y ആയിട്ട്. എച്ച് കെ ഓഫ് എക്സും നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്, ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ എക്സ് ഡിഫൈൻഡ് ബൈ ഇന്റഗ്രൽ ഓവർ y phi k ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് y. അപ്പോൾ എച്ച് കെ ഓഫ് എക്സും ഡിഫൈൻ ചെയ്തു, എച്ച് ഓഫ് എക്സും ഡിഫൈൻ ചെയ്തു. എച്ച് കെ ഫ്രം എക്സ് ടു ആർ ആണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. phi k's എല്ലാം ഇന്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ക്രോസ് ന്യൂ എന്ന് നമുക്കറിയാം. therefore ഇന്റഗ്രൽ ഓവർ എക്സ് ഇന്റഗ്രൽ ഓവർ y phi k ഓഫ് എക്സ് വൈ ഡി ന്യൂ ഓഫ് y ഡി മ്യൂ ഓഫ് y വിൽ ബി ഇന്റഗ്രബിൾ, വിൽ ബി ഫൈനൈറ്റ്. അപ്പോൾ therefore എച്ച് കെ ഓഫ് എക്സ് ഇന്റഗ്രബിൾ ആണെന്ന് പറയാം. എച്ച് കെ ഓഫ് എക്സ് ഇന്റഗ്രബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഓവർ എക്സ് ദിസ് വാല്യൂ ഡി മ്യൂ ഫൈനൈറ്റ് ആകണം. അപ്പോൾ എച്ച് കെ ഓഫ് എക്സ് ഇന്റഗ്രബിൾ ആണ്, കാരണം phi k ഈസ് ഇന്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ക്രോസ് ന്യൂ. മ്യൂ ക്രോസ് ന്യൂവിന് വിത്ത് റെസ്പെക്ട് ടു ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് phi k യുടെ കേസിൽ നമുക്കറിയാം ഇന്റഗ്രൽ ഓവർ എക്സ് ക്രോസ് y ഈ സെയിം ആസ് ഇന്റഗ്രൽ ഓവർ എക്സ് ഇന്റഗ്രൽ ഓവർ y phi k ഡി ന്യൂ എന്ന്. അപ്പോൾ therefore എച്ച് കെ ഓഫ് എക്സ് ഇന്റഗ്രബിൾ ആയിരിക്കും, ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് വിച്ച് ഇസ് ഇന്റഗ്രബിൾ ആണ്. ഇനി phi k ഇൻക്രീസിംഗ് സീക്വൻസ് ആണ് നമുക്കറിയാം. therefore നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഇന്റഗ്രൽ phi k ഈസ് ഓൾസോ ആൻ increasing sequence. Therefore എച്ച് കെ ഓഫ് എക്സ് വിൽ ബി ഓൾസോ ആൻ ഇൻക്രീസിംഗ് സീക്വൻസ്. ഇനി നമുക്കറിയാം phi k കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ആണെന്ന്. therefore ബൈ മോണോടോൺ കൺവേർജൻസ് തിയറം ലിമിറ്റും ഇന്റഗ്രലും ഇന്റർചേഞ്ച് ചെയ്യാം. therefore ഇന്റഗ്രൽ ലിമിറ്റ് phi k വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ഇന്റഗ്രൽ phi k. അപ്പോൾ ലിമിറ്റ് ഇന്റഗ്രൽ phi k എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് കെ ആണ്.
that is equal to integral limit phi k, that is integral f, that is h of x. അപ്പോൾ ലിമിറ്റ് എച്ച് കെ വിൽ ബി ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടും. ലിമിറ്റ് എച്ച് കെ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇന്റഗ്രൽ ഫൈ കെ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ലിമിറ്റ് ഫൈ കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ്, വിച്ച് ഇസ് എച്ച് ഓഫ് എക്സ്. Therefore ലിമിറ്റ് എച്ച് കെ ഈസ് സെയിം ആസ് എച്ച് ഓഫ് എക്സ്. അതുകൊണ്ട് നമുക്ക് എഴുതാം എച്ച് കെ കൺവേർജസ് ടു എച്ച് പോയിന്റ് വൈസ് ഓൺ എക്സ് ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം. ഇനി ലിമിറ്റ് കെ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, integral over x, integral over y, phi k of xy, d mu of y, t mu of y കൺസിഡർ ചെയ്തു. നമ്മുടെ ഇക്വേഷൻ 1ന്റെ ഒരു സൈഡാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അങ്ങനെ തന്നെ എഴുതി, ഇന്റഗ്രൽ ഓവർ എക്സും അങ്ങനെ തന്നെ എഴുതി, ഡി മ്യൂ ഓഫ് എക്സ് അവിടെ ഉണ്ട്. പിന്നെയുള്ളത് ഇന്റഗ്രൽ ഓവർ വൈ, ഫൈ കെ ഓഫ് എക്സ് വൈ, ഡി മ്യൂ ഓഫ് വൈ ആണ്. ഇത് നമ്മൾ എച്ച് കെ ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ് ഈ ഇന്റഗ്രൽ ഫൈ കെ ഡി ന്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എച്ച് കെ ഓഫ് എക്സ് എന്ന് കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എച്ച് കെ ഇൻക്രീസിങ് സീക്വൻസ് ആണെന്നറിയാം, വിച്ച് കൺവേർജസ് ടു എച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും മോണോട്ടോൺ കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് ലിമിറ്റും ഇന്റഗ്രലും ഇന്റർചേഞ്ച് ചെയ്യാം. Therefore ലിമിറ്റ് ഇന്റഗ്രൽ എച്ച് കെ ഈക്വൽ ടു ഇന്റഗ്രൽ ലിമിറ്റ് എച്ച് കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എച്ച് ഓഫ് എക്സ്. ലിമിറ്റ് എച്ച് കെ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് that is equal to integral h of x d mu എന്ന് കിട്ടി. ലിമിറ്റ് k tends to infinity integral over x, integral over y, phi k d mu നെ. ഇനി ഇന്റഗ്രൽ ഓവർ എക്സ് എച്ച് ഓഫ് എക്സിന് പകരം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി ന്യൂ എന്നാണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ എച്ച് ഓഫ് എക്സിന് പകരം കൊടുത്തു. അപ്പോൾ ഇന്റഗ്രൽ ഓവർ എക്സ്, ഇന്റഗ്രൽ ഓവർ വൈ, എഫ് ഓഫ് എക്സ് വൈ, ഡി മ്യൂ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇക്വേഷൻ 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് കിട്ടി. ഇത് പ്രൂവ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ആയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കത് കിട്ടി. Therefore Fubini's theoremത്തിന്റെ പ്രൂഫായി.